ഹലോ! ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി DIY വീഡിയോസാണ് കേട്ടോ. ഹോം ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന DIY ആണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ഒരു റൗണ്ടിലുള്ള കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ബേസിൻ്റെതാണ് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് റൗണ്ടായിട്ട് വെട്ടിയെടുക്കാം. അങ്ങനെ ജസ്റ്റ് ഇതൊന്ന് റൗണ്ട് മാർക്ക് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് കുറേ റൗണ്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആക്രിലിക് കളർ എടുത്തിട്ടുണ്ട് ഇത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു റെഡും കുറച്ച് ബ്ലാക്കും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്നൊരു മെറൂൺ കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു റെഡ് കളർ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു ഡോട്ടായിട്ട് ചെറുതായിട്ട് കുറച്ച് മാത്രം ഞാൻ ബ്ലാക്ക് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കളറിലോട്ട് ഇത് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു എക്സാക്റ്റ് കളർ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ റെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ നേരത്തെ വരച്ച് വെച്ച ആ കാർഡ്ബോർഡിൻ്റെ ബേസ് ഉണ്ടല്ലോ, നമ്മൾ വരച്ച് വെച്ച് ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഓരോ റൗണ്ടും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ കളർ അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ ഡെക്കറേഷൻ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഫസ്റ്റ് ഒരു റൗണ്ടിൽ ഈ ഒരു കളർ അടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് അടുത്ത റൗണ്ടിലായിട്ട് വേറൊരു കളർ അടിച്ച് കൊടുക്കുകയാണ്. പിന്നെ വീണ്ടും ഇതേ കളർ തന്നെ അടുത്ത റൗണ്ടിലായിട്ട് അടിച്ച് കൊടുക്കുക. അങ്ങനെ ജസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു രീതിയിൽ ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കളർ ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് മിനിമലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു DIY ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു രീതിയിൽ ഇതിനെ ഒന്ന് ജസ്റ്റ് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറിനെ കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് കളറ് നമ്മുടെ ബഡ്സ് ഉണ്ടല്ലോ, ഈ ഒരു സംഭവത്തിൽ വൈറ്റ് കളർ ആക്രിലിക്കിൽ മുക്കിയെടുത്തതാണ് കേട്ടോ. കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഫ്ലവർ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ ഫ്ലവേഴ്സ് കിട്ടുന്നതാണ് കേട്ടോ. ഒരു ട്രിക്കാണിത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അങ്ങനെ നെക്സ്റ്റത്തെ റൗണ്ടിൽ ഞാൻ ഇതുപോലത്തെ ഒരു ഡിസൈനായിട്ട് കൊടുത്തത്. ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് വൈറ്റ് കളർ ബ്രഷിലാക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ഈ DIY കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയയിലും ഞാനൊരു റെഡ് കളർ അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ ബാക്കിയുള്ള എല്ലാ ഏരിയയിലും റെഡ് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റായിട്ട് ഞാൻ നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പില്ലേ, അതിൻ്റെ ഈ ഒരു റൗണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റൗണ്ട് എടുത്തിട്ട് ഒരു ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു വാൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. വാളിൽ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ DIY നോക്കാം കേട്ടോ. അതും നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ എല്ലാവരും നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ തെർമോക്കോളിൻ്റെ ബോക്സൊക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് ഷേപ്പിലുള്ളതാണെങ്കിലും അതെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ സ്ക്വയർ ആണെങ്കിലും റെക്റ്റാങ്കിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഹെക്സഗണലൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുക്കാം. നെക്സ്റ്റായിട്ട് ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഞാനൊരു പ്ലാന്റ് ഇതിലോട്ട് വെച്ച് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മണി പ്ലാന്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ഫ്ലവറോ ആർട്ടിഫിഷ്യൽ പ്ലാന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് സ്റ്റിക്ക് ചെയ്താൽ മതി കേട്ടോ വാളിൽ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതുപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ. വാൾ ഡെക്കോറും ഈ ഒരു DIY ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് മറക്കാണ്ട് ലൈക്ക് ചെയ്യാം കേട്ടോ.